ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ്. ഇത് നോക്കിക്കേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സവാളയിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുത്തു. 4-5 ഒക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്, കടലപ്പൊടി എന്ന് പറയും. അത് കുറേശ്ശെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നത് കാരണം നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കടലമാവ് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് പിടിക്കുന്ന ഒരു പരുവം ആകണം. അതുവരെ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെയൊക്കെ പൊടിയായാലും മതി, വറുത്ത പൊടി. അതൊരു ക്രിസ്പിനെസ് കിട്ടും നമുക്ക്. അത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരാം. ഒരു ചീനിച്ചട്ടി വെച്ച് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറേശ്ശെ മാവ് ചേർത്ത് കൊടുക്കുവാണ്. പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, കയ്യിലെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി തീയെ സിമ്മിലാക്കി സ്ലോയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം വശമൊക്കെ കരിഞ്ഞു പോയിട്ട് ഉള്ളു വേകാതെ കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 1 സൈഡ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് മറിച്ചിട്ട് കൊടുത്തു. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം എണ്ണയിൽ നിന്ന്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ എക്സസ് ഓയിലൊക്കെ അതിലേക്ക് ആയിക്കോളും. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്.
ഇങ്ങനെ ബാക്കിയിരിക്കുന്ന ഫുള്ള് മാവും വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ചൂട് ചായയുടെ ഒപ്പം സോസൊക്കെ കൂട്ടി ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നല്ല മഴയുണ്ട്, ചായയും ഉള്ളിവടയും കൂടി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എന്നാൽ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉള്ളിവട നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.